ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇതിന്റെ തോരാ പെയ്ത്തായിരിക്കും മരണം വരെ. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ടവർക്കും അവസാന ആഗ്രഹം പറയാൻ ഒരവസരം കൊടുക്കുമല്ലോ. ആ ഒരു ഔദാര്യം ഞാൻ നിനക്കും തരുന്നു. സിദ്ധുവിന്റെ ഉള്ളിലുള്ളത് എന്റെ സുധിയേട്ടന്റെ ജീവനാ. ആ ജീവന് കാവൽ നിൽക്കുന്ന വിളക്കാൻ ഞാൻ. ആ വിളക്ക് ഊതി അണയ്ക്കാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. മിടുക്കി. അപ്പം നിനക്ക് കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് നാളെ ഞങ്ങൾ വരുമ്പോഴേക്കും അണിഞ്ഞൊരുങ്ങി നിൽക്കണം. അണിയിച്ചൊരുക്കാൻ ഞങ്ങളുടെ ആൾക്കാർ വരും. ശരത്ത് ഇന്ന് രാത്രി തന്നെ പുറപ്പെടും. അപ്പൊ ശരി. ശരി, ഞാൻ വിളിക്കാം. ആരായിരുന്നു വിളിച്ചത്? സുധിയുടെ അച്ഛൻ. എന്താ പറഞ്ഞേ? എന്തു പറയാൻ, ആദ്യം നിന്ന് ജീവിക്ക ആ പാവം. ദേവിക, സിദ്ധു രണ്ടുപേരും നമ്മുടെ രണ്ട് കണ്ണുകളല്ലേ അക്ഷര. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പക്ഷേ 2 കണ്ണും അടിച്ചു പോവോ നിരഞ്ജ? അറിഞ്ഞിട്ട് അപ്പച്ചയ്ക്ക് എന്ത് വേണം? സന്തോഷിക്കാൻ വന്നിരിക്കുന്നു. അയ്യോ, എനിക്ക് സന്തോഷമൊന്നുമില്ലേ. ദുരന്തങ്ങളൊന്നും ഞാൻ ആഘോഷിക്കുന്നുമില്ല. കാര്യം നിന്റെ കൂടെ നിന്ന് ദേവികയെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല കൊച്ചാവള്. നല്ല പത്തരമാറ്റ് തനി തങ്കം. അല്ലാതെ നിന്നെ പോലെ റോൾഡ് ഗോൾഡ് അല്ല. ഓ, അതിനിടെ കൂടി എന്റെ തലയിൽ കയറിക്കോ. ഉത്സവത്തിനിടെ പിന്നെ കാലിച്ചോട്ട് ഫ്രീ ആണല്ലോ. ആന വിരളല് ബോണസ്. നിരഞ്ജ, എന്താ പച്ചി? ഒന്നുകിൽ ശരത്ത് അല്ലെങ്കിൽ സ്വാമി. അവര് രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും ദേവികയെ തട്ടിക്കൊണ്ടുപോയത്. ശരത്ത് ഒരു പോസിബിലിറ്റി ആണ്. പക്ഷെ സ്വാമി എന്തിന് ദേവികയെ അപായപ്പെടുത്തണം? ആ, സ്വാമിയുടെ വല്ല രഹസ്യേ ആ ദേവിക കണ്ടുപിടിച്ചു കാണും. അതേ ബുദ്ധിയുള്ള കൊച്ച, അല്ലാതെ ഈ വെള്ളപ്പാറ്റെ പോലെ മുതുമൊണ്ണയല്ല. ദേ അപ്പച്ചി, നീ പൊടി. ദേ നിരഞ്ജ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എപ്പോഴത്തെയും പോലെ ദേവിക തിരിച്ചു വരണമെന്നില്ല. അങ്ങനെ വന്നാൽ ആ പാവ സിദ്ധാർത്ഥം വക്കീലും തീരും. അതുണ്ടാവരുത് അപ്പച്ചി. കൊടുങ്കാറ്റിലും കൈപ്പടം കൊണ്ട് ഞാൻ പൊതിഞ്ഞു പിടിച്ച ജീവിതങ്ങളെ രണ്ടും. പക്ഷേ എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യും? വരൂ അക്ഷര, ദൂതുമായി ആരെയെങ്കിലും ദൈവം അയക്കും. ഏത് യുദ്ധഭൂമിയിലും തിര തീർന്ന് ഞാൻ പകച്ചു നിൽക്കുമ്പോൾ ദൈവം എൻ്റെ ഗോൾഡൻ ബുള്ളറ്റ് ഇട്ടു തരാറുണ്ട്. അത് വരും. നോക്കാം. ഹലോ, അതെ, ഡോക്ടർ നിരഞ്ജനാണ്. ആര്?
അക്ഷര, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്താ പ്രശ്നം? അത് വന്നിട്ട് പറയാം. എനിക്ക് വിശാലിനെ ഒന്ന് കാണണം. വിശാൽ? ആ എന്റെ വിശാൽ മോനാണോ വിളിച്ചത്? അല്ലപ്പച്ചി, പക്ഷേ വിശാലിനെ ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. ആ അല്ല, എന്നാൽ ഈ നിരഞ്ജൻ ഇത് എവിടെ പോയതാ? എന്റെ വിശാൽ മോനെയും കാണണോന്ന് പറഞ്ഞല്ലോ. ആ അതുകൊണ്ട് പേടിക്കണ്ട. എനിക്ക് അതേ ഉള്ളു പേടി. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? പൂച്ചയെ പോലെ കൂർത്ത നഖങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്നവനാണല്ലോ അപ്പച്ചിയുടെ മോൻ. അതുകൊണ്ട് പറഞ്ഞതാ. എന്തായാലും നിന്റെ അപ്പന്റെ അത്രയും വിഷമില്ല. നൂറായിസ വരുന്നുണ്ട് വടികുത്തി. അടുത്ത കാലത്തൊന്നും ഊന്നുവടി വടിയാവത്തില്ല. കാഞ്ചന എന്തെങ്കിലും പറഞ്ഞോ? ആ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഏതാണ്ട് വടിയെന്നോ വടികുത്തിയെന്നൊക്കെ പറയുന്നത് കേട്ടോ. ഞാൻ ചുമ്മാ തിരുവടി ശരണമെന്ന് പ്രാർത്ഥിച്ചതാ. നിരഞ്ജൻ എങ്ങോട്ടാ പോയത്? കാറ് പോകുന്ന ശബ്ദം കേട്ടല്ലോ. അറിയില്ല. നിനക്കറിയില്ലേ? രാത്രി യാത്രയായതുകൊണ്ട് ചോദിച്ചാ. എനിക്കറിയില്ല. ഒരു ഫോൺ വന്നു, പെട്ടെന്ന് പോയി. കാര്യം വന്നിട്ട് പറയാന്ന് പറഞ്ഞു. പിന്നെ ചിലപ്പോ വിശാലിനെയും കണ്ടെന്ന് വരും. എന്തിന്? ആർക്ക് പിടിച്ചില്ലെങ്കിലും ഒരു കാര്യം പച്ചക്കയാണെന്ന് പറഞ്ഞേക്കാം. വിശാലുമായിട്ടുള്ള ചങ്ങാത്തം നിരഞ്ജന് ദോഷം ചെയ്യും. എന്ത് ദോഷം? നിരഞ്ജന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറും അവൻ. ഈ ദുരന്ത എക്സ്പ്രസിന്റെ അത്രയും വരത്തില്ലല്ലോ എന്റെ മോൻ. തന്നെയല്ല, എന്റെ വിശാലുമോനെ ഇപ്പൊ പഴയ ആളൊന്നും അല്ല. ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഇറക്കിയതായിരിക്കും. എന്റെ കാഞ്ചനെ പുള്ളിപ്പുലിയുടെ പുള്ളി വെള്ളം തേച്ച് മായ്ക്കാൻ പറ്റും? ഇല്ല. എന്റെ മോനെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അത് ഞാൻ തരികയില്ല.